എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മസാലക്കറിയാണ്. ഈ ഒരു കറി പൂരിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു കറിയിലേക്ക് എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ അത് ചേർത്തിട്ട് എഗ് കറിയായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസാലക്കറിയിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ. എൻ്റെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ ആ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. ക്യാരറ്റിൻ്റെയും ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ. കുക്കറിനകത്തേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് സവാള ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ചെറിയുള്ളി. ഇനി ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 തക്കാളി, ചെറിയ തക്കാളിയായിരുന്നു, 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം. 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബേ ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല മണം കിട്ടും, അതുപോലെ സ്വാദും. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വെളിച്ചെണ്ണ വേണ്ട, വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പച്ചക്കറി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഞാൻ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നമ്മുടെ കഷ്ണത്തിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കണം. കുട്ടികളൊക്കെ പൊതുവെ പച്ചക്കറി കഴിക്കാനൊക്കെ കുറച്ച് മടി കാണിക്കും. ഇതുപോലൊരു മസാലക്കറി തയ്യാറാക്കി കൊടുത്തു നോക്കൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. സമയം ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആ ചേർത്ത് കൊടുത്ത പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റ് അത്രയും മതി. തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലവർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ ചേർക്കണ്ട. കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കുക്കറിലായതുകൊണ്ട് തന്നെ. പിന്നെ പലരും ഉപയോഗിക്കുന്ന കുക്കറിൽ വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പം നമ്മുടെ ഈ കുക്കറിനകത്ത് 3 വിസിൽ. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കുക്കറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബട്ടർഫ്ലൈയുടെ കുക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 വിസിലിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മസാലക്കറിയാണ്. ഈ ഒരു കറി 3 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറി കഴിക്കാവുന്നതാണ്.
പക്ഷേ ഇന്ന് നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് നാളികേരപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ കപ്പിന് 1/2 കപ്പ് നാളികേരപ്പാൽ അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കർ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഈ കറി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എഗ്ഗൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.